ഇന്ന് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് തമിഴ്നാടു ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി TNTEU കുറിച്ചാണ്. നമ്മുടെ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികളും ടീച്ചിങ് ഫീൽഡിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരുമൊക്കെ ഈ ഒരു യൂണിവേഴ്സിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫോർ ദെയർ BEd പ്രോഗ്രാം. സോ എന്തുകൊണ്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൂടാ, കൂടുതൽ ഡിസ്കസ് ചെയ്തുകൂടാ, കൂടാതെ അതിൻ്റെ വാലിഡിറ്റിയും കേരളത്തിലുള്ള PSC അതോടൊപ്പം സ്വകാര്യ സ്ഥാപനങ്ങൾ CBSE ബോർഡ് സ്കൂളിൽ പോലും പഠിപ്പിക്കാനും ഒക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, തമിഴ്നാടു ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റി, അതായത് തമിഴ്നാടിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പല കൂട്ടുകാരും അവരുടെ BEdും അതോടൊപ്പം ടീച്ചിങ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടും സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുമൊക്കെ പല രീതിയിൽ ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ, ഈ യൂണിവേഴ്സിറ്റിയുടെ ആധികാരികത, ഇവർ നൽകുന്ന കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നൊക്കെയുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എപ്പിസോഡും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ആദ്യമായിട്ട് തന്നെ മനസ്സിലാക്കാനുള്ളത്, ഈ ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ളത് തമിഴ്നാടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. 2008 നിലവിൽ വന്നത്. ഇതിന് UGC അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെയും നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCTEയുടെയും അംഗീകാരമുണ്ട് എന്നുള്ള കാര്യമാണ്. ഇവർ UG അതായത് അണ്ടർ ഗ്രാജുവേറ്റ് അതായത് ബാച്ചിലർ പ്രോഗ്രാംസും PG അതായത് മാസ്റ്റേഴ്സ് പ്രോഗ്രാമും ഡോക്ടറൽ ലെവൽ പ്രോഗ്രാംസും ഈവൻ MPhil വരെ നൽകുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ. യൂണിവേഴ്സിറ്റിയുടെ പേര് തന്നെ ആ ഒരു സംസ്ഥാനത്തിൻ്റെ പേരോടൊപ്പം ചേർത്ത് വെച്ചിട്ടുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തമിഴ്നാടുവിലുള്ള ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി, അതായത് അവരുടെ എഡ്യൂക്കേഷൻ പരമായും ട്രെയിനിങ് പരമായും നൽകി അവരുടെ സർക്കാർ അവരുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കുകയാണ്. സോ ദാറ്റ് ദീസ് കാൻഡിഡേറ്റ്സ്, ഈ പഠിച്ചിറങ്ങുന്ന ആൾക്കാർ അവരുടെ സ്കൂളിന് ഒരു അസറ്റായി മാറാൻ വേണ്ടിയാണ്. പക്ഷേ കേരളം അയൽ സംസ്ഥാനമാണ്. തീർച്ചയായും നമ്മുടെ കൂട്ടുകാരും പലരും അങ്ങോട്ട് പോയി പഠിക്കുന്നുണ്ട്, പഠിക്കാൻ ആഗ്രഹം കാണിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുമുണ്ട്. സോ ഓരോ വർഷവും BEdനും MEdനും PhD പ്രോഗ്രാംസിനും ഈ യൂണിവേഴ്സിറ്റി അപേക്ഷ സ്വീകരിക്കാറുണ്ട്. ഓഗസ്റ്റ് ആദ്യത്തെ വാരം, അതായത് ആദ്യത്തെ ആഴ്ചകളിലാണ് പൊതുവെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാറ്. അപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കാറ് ഓഫ്ലൈൻ മോഡിലാണ്, അതായത് ഓൺലൈൻ മോഡല്ല. BEdനും MPhilനും അതോടൊപ്പം പാർട്ട് ടൈം PhDക്കും മെറിറ്റ് ബേസ്ഡ് അഡ്മിഷൻ ആണ് നൽകാറ്. ഫുൾ ടൈം PhDക്കും MEd അതായത് മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷനും അഡ്മിഷൻ നടക്കാറ് എൻട്രൻസ് എക്സാമിനേഷനും കൂടാതെ മെറിറ്റ് ബേസ്ഡ് ക്രൈറ്റീരിയയും വെച്ചിട്ടാണ്. ഈ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത് തമിഴ്നാടു ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഈ യൂണിവേഴ്സിറ്റി ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് നൽകാറുണ്ട്, അതായത് BA പ്ലസ് BEd പ്രോഗ്രാം, സോഷ്യൽ സയൻസ്, തമിഴ്, ഇംഗ്ലീഷ്, ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇവരുടെ BA പ്ലസ് BEd ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉള്ളത്. അതോടൊപ്പം BSc പ്ലസ് BEd ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുമുണ്ട്. ഇതിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി സബ്ജക്റ്റുകളാണ് നൽകുന്നത്. BEd അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ അറിഞ്ഞിരിക്കേണ്ടത് ഇവർക്ക് മിനിമം ഗ്രാജുവേഷൻ വേണം എന്നുള്ളതാണ്. അതായത് 10+2+3, അതായത് 10 വരെയുള്ള 10ാം ക്ലാസ്സിലെ 10 +2 അല്ലെങ്കിൽ PUC അല്ലെങ്കിൽ PDCയുടെ +2 പ്ലസ് 3 വർഷത്തെ നിങ്ങളുടെ UG കോഴ്സാണ്. സോ ഈ ഒരു ഇക്വേഷൻ പാറ്റേൺ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് BEd അഡ്മിഷൻ നേടാൻ പറ്റൂ. അതോടൊപ്പം ചില BEd കോഴ്സുകളിലേക്ക് UG മാത്രമല്ല PG ക്രൈറ്റീരിയയും വരുന്നുണ്ട്. അത് എന്താണ് എന്നുള്ളത് നമുക്ക് ഈ എപ്പിസോഡിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ മനസ്സിലാക്കാം. 50% ഗ്രാജുവേഷനിൽ മിനിമം മാർക്ക് വേണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ജനറൽ കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. റിസർവ്ഡ് കാറ്റഗറി BC BMC സെക്ഷനിലേക്ക് 45%, MBC DNC പോലുള്ള കാറ്റഗറിയിലേക്ക് 43%, SC ST SCA കാറ്റഗറിക്ക് 40%മാണ് മിനിമം എലിജിബിലിറ്റി മാർക്ക് നിങ്ങൾ ഗ്രാജുവേഷനിൽ നേടേണ്ടത്. അതോടൊപ്പം BTech പഠിച്ച കൂട്ടുകാർക്കും BEd നേടാനുള്ള അവസരമുണ്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ. തുടർന്ന് മനസ്സിലാക്കാനുള്ളതാണ് BEd സ്പെഷ്യലൈസേഷൻ മിനിമം എലിജിബിലിറ്റി, അതായത് UG ആണോ PG ആണോ വേണ്ടത് എന്ന കാര്യവും മനസ്സിലാക്കുന്നത്. ഇവിടെ ഞാൻ ആദ്യം അതിൻ്റെ സബ്ജക്റ്റും അതിനുശേഷം എലിജിബിൾ ആയിട്ടുള്ള UG വേണോ PG വേണോ എന്ന കാര്യം മനസ്സിലാക്കലാണ്. തമിഴ് അല്ലെങ്കിൽ ഉറുദു സ്പെഷ്യലൈസേഷൻ ആണെങ്കിൽ
UG ആണ് എലിജിബിലിറ്റി. ഇംഗ്ലീഷ് ആണെങ്കിലും UG, അതായത് ബാച്ചിലർ പ്രോഗ്രാമാണ് എലിജിബിലിറ്റി. മാത്തമാറ്റിക്സ് ആണെങ്കിൽ അഗെയിൻ ബാച്ചിലർ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തവർക്ക് ചെയ്യാവുന്നതാണ്. ഫിസിക്കൽ സയൻസ്, ഫിസിക്സിലാണെങ്കിലും സെയിം UG അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആണ്. ഫിസിക്കൽ സയൻസ് അല്ലെങ്കിൽ കെമിസ്ട്രി ആണെങ്കിൽ UG ആണ്. ബയോളജിക്കൽ സയൻസ്, ബോട്ടണി ആണെങ്കിൽ UG ആണ്. സുവോളജി ആണെങ്കിൽ അഗെയിൻ UG ആണ്. ഹിസ്റ്ററി ആണെങ്കിൽ UG ആണ്. ജിയോഗ്രഫി ആണെങ്കിലും ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ UG പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അഗെയിൻ നിങ്ങൾക്ക് UG വെച്ച് നിങ്ങളുടെ ബാച്ചിലർ പ്രോഗ്രാം വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഈ സബ്ജക്റ്റുകളൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതൊക്കെ സ്കൂൾ ലെവലിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകളായതുകൊണ്ട് തന്നെ മിനിമം UG വെച്ചിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. തുടർന്ന് വരുന്ന ഇനി പറയാൻ പോകുന്ന കോഴ്സുകളാണ് PG മിനിമം, അതായത് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം വേണം എന്നുള്ളത്. ആദ്യമായിട്ടുള്ളതാണ് ഹോം സയൻസ്. ഇതിന് PG വേണം. എക്കണോമിക്സിനും PG വേണം. കൊമേഴ്സിനും PG വേണം. പൊളിറ്റിക്കൽ സയൻസിനും PG വേണം. സോഷ്യോളജി PG വേണം. സൈക്കോളജിയിലും PG വേണം. ലോജിക് ആണ് നിങ്ങളുടെ സബ്ജക്റ്റ് എങ്കിൽ അവിടെയും നിങ്ങൾ മിനിമം PG കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇന്ത്യൻ കൾച്ചർ ആണെങ്കിലും PG വേണം. ഫിലോസഫി ആണെങ്കിലും നിങ്ങൾ PG കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്. സോ ഫ്രണ്ട്സ്, ഇതാണ് പൊതുവെയുള്ള ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനിയും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചോദിക്കുക കമൻറ്റ് ബോക്സിൽ. നമുക്ക് തീർച്ചയായും അതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ കൂടി കാര്യങ്ങൾ വ്യക്തമായി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. റെഗുലർ BEd പ്രോഗ്രാം തമിഴ്നാട് യൂണിവേഴ്സിറ്റിയിൽ ചെയ്ത കേരള PSC അപ്രൂവ് ചെയ്യുമോ? അതായത് ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് ടീച്ചേഴ്സിൻ്റെ ഒരു ക്രൈറ്റീരിയയായി അംഗീകരിച്ച് ടീച്ചർ ജോബിനും മറ്റും കേരള PSC അംഗീകാരം നൽകുമോ എന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ്, അതായത് കേരളത്തിലുള്ള UGC അപ്രൂവ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും തമിഴ്നാടു ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ BEdന് തുല്യമായ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പറ്റും. സോ ആ യൂണിവേഴ്സിറ്റിയുടെ BEd അംഗീകൃതമാണോ എന്ന് അറിയാനുള്ള ഫാസ്റ്റസ്റ്റ് വേ എന്നുള്ളത് യൂണിവേഴ്സിറ്റിയുമായി അപ്രോച്ച് ചെയ്യുക, കേരളത്തിലുള്ള UGC അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇത് പറയാൻ കാരണം കേരളത്തിലുള്ള BEd പ്രോഗ്രാംസുകളെല്ലാം 50 അല്ലെങ്കിൽ 55% മുകളിലാണ് മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ UG പ്രോഗ്രാമിൽ വേണമെന്ന് പറയുന്നത്. പക്ഷേ ചില പ്രത്യേക അവസരത്തിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ റിസർവേഷനും മറ്റും കാര്യങ്ങളിൽ തമിഴ്നാടുവിലുള്ള യൂണിവേഴ്സിറ്റിയിൽ കൺസെഷൻ ലഭിക്കാറുണ്ട്. സോ ആ കൺസെഷൻ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നൽകാത്തത് കൊണ്ട് തന്നെ പല യൂണിവേഴ്സിറ്റികളും ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് നൽകാൻ മടിക്കുന്നു എന്ന കാര്യം സത്യമാണ്. അതാണ് റിയാലിറ്റി. അടുത്ത ചോദ്യമാണ് ഡിസ്റ്റൻസ് BEd, അതായത് തമിഴ്നാടു ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് BEd കേരള PCയിൽ അപ്രൂവ്ഡ് ആണോ എന്നുള്ളത്. ഇതിൽ രണ്ട് ഉത്തരമുണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ പറയാം. ആദ്യമായിട്ടുള്ളത് തമിഴ്നാടു ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് BEd നൽകുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് കേരള PSCയിൽ BEd, അതായത് ഡിസ്റ്റൻസ് മോഡിൽ BEd അംഗീകാരം നൽകിയിട്ടുള്ളത് ഇഗ്നോയുടെ BEdനാണ്. അതും ഏകദേശം 4 വർഷമായി BEd ഡിസ്റ്റൻസ് മോഡിൽ ഇഗ്നോ നൽകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മുടെ ബാക്കിയുള്ള കൂട്ടുകാർക്കും ഇതിൻ്റെ ഗുണം നേടാവുന്നതാണ്. ഏതായിരുന്നാലും ആസ് ഓഫ് നൗ ഡിസ്റ്റൻസ് BEd കേരള PSCയിൽ ആക്സെപ്റ്റബിൾ ആണെങ്കിലും അത് ഇഗ്നോ വഴിയാണ്. അതോടൊപ്പം വേറൊരു ചോദ്യം വരാറ്, ഡിപ്ലോമ കഴിഞ്ഞ പല കൂട്ടുകാരുമുണ്ട്. സോ 10th കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞ് ഡിഗ്രി ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരുടെ ഒരു ചോദ്യമാണ് ഈ ഡിപ്ലോമ എന്നുള്ളത് ഇവിടെ എങ്ങനെ കൗണ്ട് ചെയ്യപ്പെടും, അതായത് 10+2+3 ഇക്വേഷനിൽ എവിടെ വരും എന്നുള്ളത്. ചില കൂട്ടുകാർ 10th കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിപ്ലോമ പോകാറുണ്ട്. സോ അവിടെയും 10+2, അതായത് +2 × 2+3 3 വർഷത്തെ ഡിപ്ലോമ ഡിഗ്രി തുല്യമായി കമ്പയർ ചെയ്യുന്ന കൂട്ടുകാരുമുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത് ഡിപ്ലോമ കോഴ്സ്, അതായത് നിങ്ങളുടെ 2 അല്ലെങ്കിൽ 3 വർഷം നീണ്ടുവരുന്ന ആ ഒരു കോഴ്സ് എന്നുള്ളത് +2 ഇക്വാലൻ്റ് ആയിട്ട് വരുന്നത്, ബാച്ചിലർ അല്ലെങ്കിൽ UG കോഴ്സിനല്ല. സോ നിങ്ങൾ ഡിപ്ലോമ ചെയ്താലും നിങ്ങളുടെ UG കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇവരുടെ BEd പ്രോഗ്രാമിന് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റൂ. അടുത്തൊരു ചോദ്യമാണ്, UG അല്ലെങ്കിൽ PG ചെയ്തിട്ടുണ്ട്, പക്ഷേ അവരുടെ +2 എന്നുള്ളത് ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴിയാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഈ BEdന് അഡ്മിഷൻ നേടാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇതിനുള്ള ഉത്തരം 10+2 പാറ്റേൺ, അതായത് ഓപ്പൺ സ്കൂളിംഗ് സിസ്റ്റമാണ് എങ്കിലും 10+2 പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി നേടിയ +2 ഇക്വാലൻസി മാത്രമേ ഈവൻ നിങ്ങൾ UGയും PG ചെയ്താലും BEdൻ്റെ സമയത്ത് ക്രൈറ്റീരിയയായി ആക്സെപ്റ്റബിൾ ആകുകയുള്ളൂ എന്നുള്ള കാര്യമാണ്. ഏതൊക്കെ കോളേജസ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്
തമിഴ്നാടു ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് ലിസ്റ്റിലുള്ളത്. അതോടൊപ്പം ഇവർക്ക് അംഗീകരിച്ച് കൊടുത്തിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സും തമിഴ്നാടു ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്, പോയി ക്ലിക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അടുത്തതും അവസാനത്തതുമായ ഒരു ചോദ്യമാണ്. ഇത് ചില കൂട്ടുകാർ പേഴ്സണലായി ചോദിച്ചതാണ്. അതായത് തമിഴ്നാടു ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി തമിഴ്നാടിലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ കേരളത്തിലുള്ള ചില ഏജൻസികൾ ഇവർക്ക്, അതായത് നമ്മുടെ കൂട്ടുകാർക്ക്, സ്റ്റുഡൻസിന് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് അവരെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് നിങ്ങൾ BEd ചെയ്യാം, അത് റെഗുലർ മോഡിലായിരിക്കും, പക്ഷേ അവർ തമ്മിലുള്ള ചില നീക്കുപോക്കുകൾ കാരണം, അല്ലെങ്കിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിൽ റെഗുലർ BEd ആണ്, പക്ഷേ ഡിസ്റ്റൻസ് മോഡിൽ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട, എക്സാമിനേഷൻസ് മാത്രം എഴുതിയാൽ മതി. അതും എക്സാമിനേഷൻ നിങ്ങൾ വീട്ടിലിരുന്ന് എഴുതി ആൻസർ ഷീറ്റ് തന്നാൽ, ആൻസർ ഷീറ്റ് എത്തിച്ചാൽ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് ഒരു റെഗുലർ BEdൻ്റെ രീതിയിൽ തരാം. പക്ഷേ കാര്യം ഡിസ്റ്റൻസ് ആണ്, പക്ഷേ ഫലം റെഗുലറാണ് എന്ന രീതിയിലുള്ളതാണ്. സോ ഇത് അംഗീകൃതമാണോ എന്നുള്ളത് ഇവിടെ പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് എത്തിക്കൽ സൈഡാണ്. എത്തിക്കൽ സൈഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ബൈ ദ ബുക്ക് അല്ലെങ്കിൽ ബൈ ദ റൂൾസ് ഇത് ഇല്ലീഗലാണ്. മറ്റൊരു ഹ്യൂമൻ സൈഡുണ്ട്. അതായത് പല വർഷങ്ങളിലായി ടീച്ചിങ് ജോബിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ റെഗുലർ BEd ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ ഒരു മോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. അതിനുള്ള ഉത്തരം എനിക്ക് ഈ എപ്പിസോഡിൽ പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് അപ് ടു യു. നിങ്ങൾ നിങ്ങളുടെ മോറൽ സൈഡും ഹ്യൂമൻ സൈഡും എത്തിക്കൽ സൈഡും ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ വളരെ മെച്ചുവേർഡായ ഒരു തീരുമാനം എടുക്കുക. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള എത്തിക്കൽ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ തമിഴ്നാടു ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. വളരെ ചുരുങ്ങിയ രീതിയിലാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. എങ്കിലും നിങ്ങളുടെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റി എന്നാണ് വിശ്വസിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കുക ഇൻ കമൻറ്റ് ബോക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ലിസണിങ്. Have a great day.